വിനേഷ് കുമാറിലേക്കാണ്. വിനേഷ്, കേരളത്തിൽ UDF തിരിച്ചുവരും എന്നാണല്ലോ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, രസ്ന, നമുക്കറിയാം UDFന് അനുകൂലമായൊരു സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. അതായത് നമ്മൾ തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരത്തിലുള്ള ചർച്ചകളെല്ലാം ഉണ്ടാവുന്നു. അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രവചനങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്തായാലും ഇനി കേവലം 4 ദിവസം മാത്രമാണ് വോട്ടെണ്ണാനുള്ളത്. ഈ 4 ദിവസത്തിനകം മുമ്പ് വരുന്നിരിക്കുന്ന ഒരു സൂചനയായി തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. കഴിഞ്ഞ 2021 ഇതുപോലെ തന്നെ LDFന് അനുകൂലമായി തന്നെയായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഏറെക്കുറയും ഉണ്ടായിരുന്നത്. സമാനമായ ഒരു സാഹചര്യം സമാനമായ രീതിയിൽ തന്നെ ഇപ്പോൾ UDFിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം 75 മുതൽ 90 സീറ്റ് വരെ, അല്ലെങ്കിൽ 90-ന് മുകളിലേക്ക് UDF എത്തും എന്നുള്ളതാണ് പല പ്രവചനങ്ങളും പറയുന്നത്. ഇതിൽ ചില സ്ഥലങ്ങളിൽ ശക്തമായ ടൈറ്റ് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയാണെങ്കിൽ പോലും UDF 74 സീറ്റ് മുതൽ 80 സീറ്റിലേക്ക് വരെ എത്തും എന്ന് തന്നെയാണ് പ്രവചനങ്ങൾ പറയുന്നത്. ഓരോ പ്രവചനങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നതാണ്. മറ്റൊന്ന് നമുക്ക് BJPയെ കുറിച്ചാണ്. NDA ഇത്തവണ ശക്തമായ ഒരു നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ എല്ലായിടങ്ങളിലും പ്രചാരണ രംഗത്തെല്ലാം തന്നെ വലിയ തോതിൽ NDA മുന്നിട്ട് നിന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് 3 മുതൽ 10 വരെ പോലും അവർക്ക് സീറ്റ് ലഭിച്ചേക്കാം എന്നുള്ള പ്രവചനങ്ങൾ പോലും വരുന്നുണ്ട്. അതിൽ പ്രധാനമായും നമുക്ക് എടുത്തു പറയേണ്ടത് തെക്കൻ ജില്ലകളിൽ തന്നെയാണ്. തെക്കൻ ജില്ലയിൽ ഇപ്പോൾ തിരുവനന്തപുരം എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയാവുന്നത് നേമവും അതുപോലെ തന്നെ കഴക്കൂട്ടം പോലുള്ള സ്ഥലങ്ങളിൽ, കൊല്ലത്തെ ചാത്തന്നൂർ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം വലിയ സാധ്യത BJPക്ക് കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിൽ തെക്കൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് കാര്യമായ ഒരു മുന്നേറ്റം ഇടതുപക്ഷത്തിന് നടത്താൻ കഴിയും എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പറയുന്നത്. പക്ഷേ ഇവിടെ UDF കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് നില മെച്ചപ്പെടുത്തും എന്നുള്ളതും പ്രവചനം പറയുന്നുണ്ട്. മധ്യ കേരളത്തിലേക്കും അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലേക്കും എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UDFന്റെ ഒരു സമ്പൂർണ്ണ ആധിപത്യത്തിലേക്ക്, മധ്യ കേരളത്തിൽ നേരിയ തോതിലാണെങ്കിൽ വടക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് സമ്പൂർണ്ണമായ തോതിൽ UDFന്റെ ഒരു ആധിപത്യമാണ് യഥാർത്ഥത്തിൽ ഈ പ്രവചനത്തിൽ, ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ പറയുന്നത്. എന്തായാലും നമുക്കിനി കാത്തിരുന്ന് കാണാം. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. എന്തായാലും UDFന് അനുകൂലമായി തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളൊരു സൂചനകളാണ് യഥാർത്ഥത്തിൽ ഈ പ്രവചനത്തിലൂടെ വ്യക്തമാവുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.